ഏതെങ്കിലും ഒരു പ്രത്യേക ദിനത്തിൽ മാത്രമായി അനുസ്മരിക്കപ്പെടേണ്ട ഒരു സഖാവല്ല അലി സഖാവ്. ഓരോ ദിവസവും ഓരോ നിമിഷവും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വഴികാട്ടിയായി നിൽക്കുന്ന ഓർമ്മകളാണ് അലി സഖാവിൻ്റെ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രം അനുസ്മരണം നടത്തുക എന്നതല്ല. കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേട്ടാൽ തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു കാലത്ത് സധൈര്യം ത്യാഗസമ്പൂർണമായ ഒരു വിപ്ലവ ജീവിതം തിരഞ്ഞെടുത്ത അനുകരണീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അലി സഖാവ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിവിടെ കൂടുതൽ വിശദീകരിക്കുന്നത് എനിക്കുള്ളതിനേക്കാൾ വ്യക്തിപരമായ ബന്ധവും അടുപ്പവും എല്ലാമുള്ള നിങ്ങളുടെ മുൻപിൽ അനുചിതമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അടിയന്തരാവസ്ഥ കാലത്തുൾപ്പെടെ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയനാകേണ്ടി വന്ന താൻ ജീവിച്ചിരുന്ന കാലമത്രയും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച സമർപ്പിത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആൾരൂപമായിരുന്നു അലി സഖാവ്. അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നത് അനുഷ്ഠാനപരമായ ഒരു ചടങ്ങല്ല. ഒരു ചടങ്ങ് പൂർത്തിയാക്കുന്നത് പോലെയല്ല ഈ അനുസ്മരണ സമ്മേളനം. മറിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഖാക്കളും രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കാലഘട്ടത്തിൻ്റെ സവിശേഷതകളും ആ കാലത്തെ എങ്ങനെയാണ് സമർപ്പിത രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അലി സഖാവിനെ പോലെയുള്ളവർ മാറ്റിയെടുത്തത് എന്നുമെല്ലാം തിരിച്ചറിയുന്നത് വർത്തമാനകാലം മുൻപോട്ട് വയ്ക്കുന്ന സമസ്യകൾക്ക് പരിഹാരം കാണാൻ പുതിയൊരു ലോകം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് ഊർജമായി സ്വീകരിക്കാൻ ഒക്കെയാണ് ഈ അനുസ്മരണം നാം ഉപയോഗപ്പെടുത്തുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാർ അതിനിഷ്ഠൂരമായ അടിച്ചമർത്തലുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് എളുപ്പത്തിൽ വിശ്വസിക്കാനാവാത്ത കഠിനമായ ക്ലേശപൂർണമായ അനുഭവങ്ങളിലൂടെയാണ് ആദ്യകാല പഥികർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നയിച്ചത്. കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടാൽ തന്നെ ജീവൻ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ലോകത്തിലെല്ലായിടത്തുമുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ടായി. രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന എത്രയെത്ര ധീരയോദ്ധാക്കൾ, പാർട്ടി അനുഭാവികളും അംഗങ്ങളും തുടങ്ങി പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ വരെ രക്തസാക്ഷിത്വം വരിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ല. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങൾക്കും ഏകപക്ഷീയമായ കായികാക്രമണത്തിന് വിധേയരാകേണ്ടി വന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ചോര വീണ ഭൂതകാല ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട് എന്നതാണ് വസ്തുത. നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ എത്ര സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി അധികം കഴിയുന്നതിന് മുൻപാണ് സഖാവ് മൊയാരത്ത് ശങ്കരൻ മൃഗീയമായി കൊല്ലപ്പെട്ടത്. അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്. തന്നെയുമല്ല, കോൺഗ്രസിന്റെ ചരിത്രം മലയാളത്തിൽ എഴുതിയ ഒരുപക്ഷെ ആദ്യത്തെ നേതാവ് അദ്ദേഹമായിരിക്കാം. എന്നാൽ കോൺഗ്രസിന്റെ തന്നെ മൃഗീയമായ ആക്രമണങ്ങളെ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. കോൺഗ്രസുകാരനായ കോഴിപ്പുറത്ത് മാധവ മേനോൻ മദിരാശി സംസ്ഥാനത്തിന്റെ പോലീസ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അറിവോടും പ്രേരണയോടും കൂടിയാണ് എന്ന് ആരോപിക്കപ്പെടുന്നു സഖാവ് മൊയാരത്തിനെ കൊലപ്പെടുത്തി. അദ്ദേഹം ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റിന്റെ പേരിലല്ല, ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലാണ്.
കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു എന്നതിൻ്റെ പേരിലാണ്. മൊയാരത്ത് ശങ്കരന്റെ മൃതദേഹം പോലും അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾക്കോ പാർട്ടി സഖാക്കൾക്കോ വിട്ടുകൊടുത്തില്ല എന്നതാണ് ചരിത്രം. ജനാധിപത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന കോൺഗ്രസ് ചരിത്രത്തിലുടനീളം ഇത്തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട് ഇന്ത്യ റിപ്പബ്ലിക്കായി 15 ദിവസം തികയുമ്പോഴാണ് സേലം സെൻട്രൽ ജയിൽ അനക്സിനുള്ളിൽ 22 കർഷക സമര സേനാനികളായ സഖാക്കളെ വെടിവെച്ച് കൊന്നത്. മിനി ജാലിയൻ വാലാബാഗ് എന്നാണ് അറിയപ്പെടുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സമാന സ്വഭാവമുള്ള ഒരു നരഹത്യ, കൂട്ടക്കൊല വേറെ ചൂണ്ടിക്കാണിക്കാനാവില്ല. കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരികൾ അതിലേറെയും വടക്കേ മലബാറുകാരായി. അവരെയെല്ലാം സേലം സെൻട്രൽ ജയിലിലടച്ചു. ആ ജയിലിനുള്ളിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഇങ്ങനെ എത്രയെത്ര അനുഭവം, ഉശിരാർന്ന എത്രയെത്ര നേതാക്കന്മാർ കൊല്ലപ്പെട്ടു. സഖാവ് കുഞ്ഞാലി നമ്മുടെ ജില്ലയിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി, നിയമസഭാംഗമായിരിക്കുമ്പോഴാണ്, MLA ആയിരിക്കുമ്പോഴാണ് കുഞ്ഞാലിയെ വെടിവെച്ച് കൊല്ലുന്നത്. 1969 ജൂലൈ മാസം 28-ാം തീയതിയാണ് INTUC ഓഫീസിന്റെ ജനലരികൾക്കിടയിലൂടെ നീട്ടിയ തോക്കുകൊണ്ട് സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്നു. ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമസഭാംഗം, ഒരു MLA കൊല്ലപ്പെട്ട അനുഭവം അതായിരുന്നു ഈ കേരളത്തിൽ. ഞാൻ കൂടുതൽ രക്തസാക്ഷിത്വത്തിന്റെ ചരിത്ര വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. 600-ലധികം കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. കോൺഗ്രസിന്റെയും RSSന്റെയും മുസ്ലിം ലീഗിന്റെയും മറ്റ് പ്രതിലോമ ശക്തികളുടെയും കൊലക്കത്തിക്കിരയായി രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നവർ. അവരുടെ ചോരയിൽ പടുത്തുയർത്തിയതാണ് ആധുനിക കേരളം. അങ്ങനെ ഏകപക്ഷീയമായ വേട്ടയാടലുകളുടെ കാലത്ത് സമരമുഖങ്ങളിൽ സ്വന്തമെന്ന വാക്കുമറന്ന് നാടിനു വേണ്ടി സമർപ്പിത ജീവിതം നയിച്ച ധീരരായ വിപ്ലവകാരികളുടെ മുന്നണിയിലെ പോരാളിയായിരുന്നു അലി സഖാവ്. അവരെല്ലാം ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ബാക്കി പത്രമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയായി CPIM-ന്, കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ ശക്തിയായി ഇടതുപക്ഷത്തിന് വളരാൻ കഴിഞ്ഞത് എന്നതാണ് യാഥാർത്ഥ്യം. ആ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് കേരളത്തെ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കി തീർത്തത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. ലോകം മുഴുവൻ കേരളത്തെ തെല്ലൊരാദരവോടെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രത്യേകത. അതും ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന്റെ ആഗോള പ്രശസ്തി ഒട്ടും ചെറുതല്ല എന്ന് നാം കാണേണ്ടതുണ്ട്.